എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീന മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന്. അന്നേരം കഴിച്ചോളാം എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിച്ചോ, ഈ വീട്ടിൽ മാത്രം വീട്ടിൽ ജോലി ചെയ്യുന്നവർ എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും കഴിക്കാം, ഭക്ഷണത്തിന് ഒരിക്കലും വൈദ്യമോൾ കണക്ക് പറയുകയില്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരുപാട് ഭക്ഷണം വേണമെന്നൊന്നുമില്ല, വിശപ്പ് മാറാൻ എന്തെങ്കിലും കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അലീന പറയുന്നുണ്ട്, അലീന ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ വില എന്താണ് എന്ന് അലീനയ്ക്ക് അറിയാമെന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ട് രോഹിത് വരും. എന്നിട്ട് മുത്തശ്ശിയോട് ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മുത്തശ്ശി, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ഒരു കിളവിയുടെ കിടപ്പുണ്ടെന്ന് നീ ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം എന്താ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഹരി ഇങ്ങോട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം വന്നായിരുന്നു, അതിനാടാന്ന് ചോദിക്കുമ്പോൾ ഈ മുറിയിലേക്ക് വന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇവിടെയൊക്കെ എന്തോ കള്ളലക്ഷണത്തോടെ കറങ്ങി നടന്നിട്ട് അവനങ്ങോട്ട് പോയി എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അലീനയ്ക്ക് എന്തോ സംശയം തോന്നി തുടങ്ങി ഇവൻ്റെ ഈ ചോദ്യവും നിപ്പൊക്കെ കാണുമ്പോൾ. എന്നിട്ട് അലീനയോട് ചോദിക്കുവാണ്, ഇങ്ങോട്ട് വന്നായിരുന്നോ, ഹരിക്ക് കാപ്പി കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം കൊടുത്തായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെയും ചോദിക്കുവാണ്, ഇവിടെ താഴെ വെച്ചാണോ കൊടുത്തത് അതോ മുകളിൽ എൻ്റെ റൂമിൽ വെച്ചാണോ കൊടുത്തത് എന്ന് ചോദിക്കുക. അന്നേരം മുകളിൽ റൂമിൽ കൊണ്ടുപോയി കൊടുത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ് അലീന. അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവനങ്ങ് ഇറങ്ങി പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുക, അവൻ എന്താടി അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും. അന്നേരം അലീന എനിക്കറിയില്ല എന്ന് പറയുമ്പം, മോളെ നീ ഒന്ന് സൂക്ഷിച്ചോണം, ഹരിയെ അവൻ്റെ നോട്ടവും അവൻ്റെ നിപ്പും ഒന്നും ശരിയല്ല, അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം എന്ന് പറയുമ്പം അലീന പറയുവാണ്, കഴിഞ്ഞ ദിവസം ഞാൻ കാപ്പിയായിട്ട് മുറിയിലേക്ക് ചെന്നപ്പം എൻ്റെ കയ്യെ കയറി പിടിച്ചു, അന്നേരം കപ്പും സോസറും ഒക്കെ താഴെ വീണ് പൊട്ടിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശി ചോദിക്കും, അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നീ എന്താ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറയാതിരുന്നത്, അങ്ങനെ പറയണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം സാരമില്ല, ഞാൻ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, അങ്ങനെ ക്ഷമിച്ചാൽ ശരിയാകുകയല്ലോ, അവൻ ഇനിയും ഇത് ആവർത്തിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഇത് മേഡത്തിനോടും സാറിനോടും ഒന്നും പറയണ്ട, പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറ്റമായിട്ടേ അവർ കാണുള്ളൂ എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കും, അതെങ്ങനെയാണ് നിൻ്റെ കുറ്റമാകുന്നത്, അവനല്ലേ തെറ്റ് ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുവാണ്, അതെ അന്നേരം പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഞാൻ അന്നേരെ പറഞ്ഞതാണ് തൊലിവെളുപ്പുള്ള പെൺകുട്ടികളൊന്നും വീട്ടിൽ വേലക്കാരായിട്ട് നിർത്തണ്ടെന്ന്, ഇപ്പോൾ എന്തായി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, അതുകൊണ്ട് ഇവളെ അങ്ങ് പറഞ്ഞു വിട്ടേരെ എന്ന് തന്നെ പറയും എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയും, അത് നേരാന്ന്. മുത്തശ്ശിക്ക് അപ്പോഴാണ് നമ്മുടെ വൈദ്യമോളുടെ സ്വഭാവം ഒന്ന് ക്ലിക്കായത്. അന്നേരം അത് ശരിയാണ്, എന്നാൽ പറയണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് രണ്ടുപേരും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വണ്ടിയുടെ ഓണടി കേൾക്കുന്നത്. അന്നേരം പോയി ഡോറ് തുറക്കുമ്പോഴേക്കും ഇത്തിരി കട്ടക്കല്ലിപ്പി കയറി വരുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത്. അന്നേരം അലീന ഒന്ന് ചിരിക്കുന്നുണ്ട്, പക്ഷേ അലീനയുടെ മുഖത്ത് ദേഷ്യത്തോടെ നോക്കി അകത്തോട്ട് കയറി വരുന്നു. അത് കഴിഞ്ഞ് ഡൈനിങ് ടേബിളിലും അവിടെ സോഫയുടെ അവിടെയൊക്കെ ഓരോന്ന് എന്തോ ഇങ്ങനെ തിരയുക. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, എന്താ നോക്കുന്നത്, താക്കോലാണോ എന്ന് ചോദിക്കുമ്പോഴും മുഖത്തൊന്ന് ഉരുട്ടി നോക്കിയിട്ട് പിന്നെയും ഈ തിരയിൽ തന്നെയാണ്. അന്നേരം അലീന പിന്നെയും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താ പോലും തപ്പുന്നതെന്ന്. കുറേ അവിടെയെല്ലാം തപ്പിയിട്ട് വന്നിട്ട് അലീനയോട് ചോദിക്കുവാണ്, ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്നൊരു മോതിരം അത് നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഡൈനിങ് ടേബിളിൽ മോതിരം ഒന്നും ഇരിപ്പില്ലായിരുന്നു, ഞാൻ രാവിലെ ഉച്ചയ്ക്കും ഡൈനിങ് ടേബിൾ തുടച്ചിട്ടതാ, അവിടെ മോതിരം ഇരിപ്പില്ലായിരുന്നു എന്ന് പറയും. അന്നേരം എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ, ഞാൻ മോതിരം ഈ ഡൈനിങ് ടേബിളിലാണ് വെച്ചത്, അത് നീ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സത്യമായിട്ടും ഇവിടെയൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഇവിടെ എല്ലാം തുടച്ചതാണ് എന്ന് അലീന പറയൂ കേട്ടോ. അന്നേരം ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, 1.5 പവൻ്റെ മോതിരം അത് കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയൂ കേട്ടോ. എന്തെങ്കിലും അലീനയ്ക്ക് സങ്കടമാവുകയെ. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആകെ ടെൻഷനാണ് വൈജയന്തിക്ക്. വൈജയന്തി പിന്നെയും അവിടെയൊക്കെ ഇങ്ങനെ തരിക. എന്നിട്ട് അതിനിടയ്ക്ക് ബാലേന്ദ്രനെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, ബാലേന്ദ്ര ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എൻ്റെ ഒരു മോതിരം 1.5 പവനുണ്ട്, അത് കണ്ടില്ല എന്ന് പറയുമ്പോൾ, അത് അവിടെ എങ്ങനെ കാണും, ഞാൻ ഇത്തിരി തിരക്കില്ല എന്നൊരു ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അന്നേരം ദേഷ്യം വരുന്നുണ്ട്, പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. ഈ സമയം ബബിതയും കൃഷ്ണജയങ്ങളുടെ ബൈക്കിന് വരുന്നുണ്ട്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, ബബിതയ്ക്ക് സ്പീഡ് കൂടുതൽ, ഞാൻ അമ്മയോട് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. അന്നേരം നിന്നെ കൂടെ കയറ്റിക്കൊണ്ട് വന്നുകൊണ്ടല്ലേ ഈ പരാതി കേൾക്കേണ്ടി വന്നത്, അതുകൊണ്ട് ഇനി കയറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരോട് അകത്തോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വൈജയന്തി അവിടെയെല്ലാം ഇങ്ങനെ നോക്കി മടുത്തിരിക്കുവാണ്. അന്നേരം എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം, ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഒരു മോതിരം നീ കണ്ടായിരുന്നോടി എന്ന് ചോദിക്കുമ്പം ബബിത പറയും, ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം,
അത് അവിടെ ഇരിക്കുന്നത് കണ്ടു, ഞാൻ എടുത്തൊന്നുമില്ല എന്ന് പറയും. അന്നേരം കൃഷ്ണയോട് എടുത്തോന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മോതിരം എനിക്ക് എന്തിനാ കാലിൻ്റെ പെരുവിരലേ ഇടാനാണോ എന്ന് ചോദിക്കും. നേരവും ദേഷ്യം കേട്ടോ വൈജയന്തിക്ക്. അത് കഴിഞ്ഞ് ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ഭവതി ചോദിക്കുകയാണ്, അമ്മ അവളോട് ചോദിച്ചോ, പുതിയ വേലക്കാരിയോട് ചോദിച്ചോ എന്ന് ചോദിക്കും. അന്നേരം അവൾ എടുത്തിട്ടില്ല, അവൾ കണ്ടില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ഭവതി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അവൾ മാത്രം അത് കാണാതിരിക്കുന്നത്, ഞാൻ കണ്ടതാണല്ലോ, പിന്നെ ഇങ്ങനെ അവൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സാധനം കാണാതിരിക്കുന്നത്. ഏതായാലും തുടച്ചു വന്നപ്പോൾ അവിടെ ഒരു മോതിരം ഇരിക്കുന്നത് കണ്ടു, വെറുതെ ഇരിക്കുന്ന മോതിരമായതുകൊണ്ട് അവൾ എടുത്ത് കാണും എന്ന് തന്നെ പറയുക കേട്ടോ ഭവിത. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ആ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അന്നേക്കും ഭവിത ചോദിക്കും, രോഹിത്തിനോട് ചോദിച്ചോന്ന്. അന്നേരം അവനോട് ചോദിച്ചു, അവൻ എടുത്തില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം രോഹിത്ത് അങ്ങോട്ട് ഇറങ്ങി വരുമ്പം പിന്നെയും ചോദിക്കുവാണ് വൈജയന്തി. അതിന് കാരണം കൃഷ്ണജിയാണ്. കൃഷ്ണ പറയുവാണ്, ഇതേ വരുന്നൊരു കൊച്ചു കളന, ഒന്നുകൂടെ ചോദിച്ച് ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അന്നേരം രോഹിത്ത് പറയും, ഇതെന്തൊരു കഷ്ടം, അമ്മയുടെ എടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ കട്ടെടുക്കാത്തവരും കട്ടെടുക്കും, അങ്ങനത്തെ സ്വഭാവം അമ്മ ഉണ്ടാക്കിയെടുക്കും എന്നിങ്ങനെ പറയുക. എന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അമ്മ അവളെ ഒന്നുകൂടെ ഒന്ന് ചോദ്യം ചെയ്യും, മിക്കവാറും അവൾ തന്നെയായിരിക്കും എടുത്തത് എന്ന് പറയുമ്പം കൃഷ്ണ പന്യം പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുക. അന്നേരം രോഹിത്ത് പറയുവാണ്, ഭണ്ഡാരപ്പെട്ടി തുറന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പോലും കൈയിട്ട് വരുമെന്ന് പണ്ട് ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് വൈജയന്തിക്ക് ദേഷ്യം വരുന്നു. വൈജയന്തി നേരെ നമ്മുടെ അലീനയുടെ റൂമിലേക്ക് പോരും. അലീന ഈ സമയത്ത് മുത്തശ്ശിക്ക് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം അലീന പറയുന്നുണ്ട് മുത്തശ്ശിയോട്, മാഡത്തിന് എന്നെയാണ് സംശയമെന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കും, നീ ആ മോതിരം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി. അന്നേരം, അയ്യോ നീ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരെ സ്വർണ്ണത്തിൻ്റെ ഒരു ആഭരണങ്ങളും ഇട്ടിട്ടില്ല, ഇടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പലപ്പോഴും ഒരു മുട്ടുകമ്മലൊക്കെ മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അന്നേരമല്ല ഞാൻ വിചാരിച്ചത്, എൻ്റെ ബ്രിജിത്താമ്മയ്ക്ക് ഇല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഉപയോഗിക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. ഈ സമയം വൈജയന്തി അലീനയുടെ റൂമിലേക്ക് പോരില്ല. അന്നേരം ബബിത പറയുന്നുണ്ട്, മിക്കവാറും അവൾ തന്നെയായിരിക്കും മോഷ്ടിച്ചത്, ഉറപ്പാണ് എന്ന് ബബിത രോഹിത്തിനോട് പറയുമ്പോൾ കൃഷ്ണൻജി പറയും, ഇല്ല ആ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. ഏതായാലും വൈജയന്തി നേരെ അലീനയുടെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതെന്ന്. അന്നേരം എന്തേ ഇരിക്കുന്നതാന്ന് പറയും. അന്തേക്കും വൈജയന്തി അതെല്ലാം എടുത്ത് നോക്കുക കേട്ടോ. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നു, എന്താടി നീ കാണിക്കുന്നത്, നിനക്കൊരു അഭിമാനമില്ലേ, ഇവളുടെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ബാഗ് എടുത്ത് ഇങ്ങനെ ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എടി ഈ കൊച്ച് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, പിന്നെ അമ്മയുടെ കയ്യിലാണ് അവളുടെ മനസാക്ഷി എന്ന് ചോദിക്കും. എന്നിട്ട് ബാഗൊക്കെ എടുത്ത് നോക്കുമ്പോൾ മുത്തശ്ശിയുടെ കാല വെച്ച് നോക്കുന്നത്. എന്നിട്ട് മുത്തശ്ശിൻ്റെ കാല് വേദന എടുക്കുന്നു എന്ന് പറയുവാണ്. എന്നിട്ട് മുത്തശ്ശി പിന്നെയും പറയുന്നുണ്ട്, ഇല്ല അവൾ അങ്ങനെയൊന്നും ചെയ്യലടി, അവൾക്ക് ആ മോതിരം കിട്ടിയിട്ട് എന്നെ കാണിക്കാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വൈജയന്തി തിരിച്ചു ചോദിക്കും, അമ്മയ്ക്കറിയാവോ വേലക്കാരികളുടെ സ്വഭാവമൊക്കെ, ഞാൻ കുറേ എണ്ണത്തിനെ കണ്ടതാണ് എന്ന് പറയും. അന്നേരം വളരെ കൂസലില്ലാതെ ഇങ്ങനെ വെറുതെ കൈയും കെട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ അലീന. അന്നേരമാണ് അവിടുത്തെ കബോർഡൊക്കെ തുറന്നു നോക്കുന്നത്. അന്നേരം അതിൻ്റെ അകത്ത് മമ്മയുടെ ഫോട്ടോ വെച്ചേക്കുന്ന കാണും. അന്നേരം ഇതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്, ഇതിലെടുത്ത് മാറ്റിക്കോണം, അല്ലെങ്കിൽ ഇതെടുത്ത് ഞാൻ പള്ളെ കളയുമെന്ന് പറയുവാണ്. അന്നേരം ദേഷ്യം വന്നിട്ട് അലീന ഇങ്ങനെ പറയുവാണ്, അതെ നിങ്ങൾ കൈതിക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകളാണ്, അതുപോലെ ജ്വല്ലറിയും ഇരുമ്പ് കടയും ഒക്കെയുള്ള ടെക്സ്റ്റൈൽസും ഒക്കെയുള്ള ബാലേന്ദ്ര മേനോൻ്റെ വൈഫാണ്, ആ സ്ഥാനത്തിനൊക്കെ വലിയൊരു വിലയുണ്ട്, ആ വില നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ വില നിങ്ങൾ കളഞ്ഞു കുടിക്കരുത് മാഡം എന്നാണ് പറയുന്നത്. അന്തേക്കും ദേഷ്യം വന്നിട്ട് കയ്യിലിരിക്കുന്ന ഒരു ബാഗോ എന്തുണ്ടായിരുന്നു അത് വലിച്ചെറിഞ്ഞിട്ട് തുള്ളിച്ചാടി പുറത്തേക്ക് പോവുകയാണ്. പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശി അലീനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അവൾ വലിയ കഥയില്ലാത്ത ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നീ വിഷമിക്കുമൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യവുമില്ല, എന്നെ ഒരു നല്ല മമ്മിയാണ് വളർത്തിയത്, ആ മമ്മി പറഞ്ഞു തന്നിട്ടുണ്ട് ആരുടെയും ഒന്നും എടുക്കരുത് എന്ന്, അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെയും മുമ്പിൽ തല കുനിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീ പേടിക്കുമെന്നും വേണ്ട, നമ്മളെപ്പോഴും സത്യത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ നമ്മളെ ചേർത്ത് നിർത്തും, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്തൊക്കെയാണേലും ഇതൊക്കെ ഓർക്കും അലീനയ്ക്ക് ഇത്തിരി വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ വീട്ടിലോട്ട് വന്ന് കയറുന്നത്, വൈകിട്ട് വീട്ടിലോട്ട് വന്ന് കയറുന്നത് ഈ കാര്യമാട്ടോ വൈജയന്തി പറയുന്നത്. എന്നിട്ട് ചോദിക്കും, ബാലേന്ദ്രൻ എന്താ താമസിച്ചേ എന്നൊക്കെ ചോദിക്കും. അന്നേരം എനിക്ക് കുറച്ച് കണക്ക് നോക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ആ കണക്കൊക്കെ അവിടുത്തെ അക്കൗണ്ടൻ്റ് നോക്കിയില്ലേ, പിന്നെ ഇതിനെ
ബാലേന്ദ്രൻ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം അയാളെ മാത്രം വിശ്വസിച്ചല്ലേ ഏൽപ്പിക്കാൻ പറ്റുമോ, നമ്മളും ശ്രദ്ധിക്കണമെന്ന് പറയുക. അന്നേരം വൈജയന്തി ഇവിടെ ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ട് ബാലേന്ദ്രൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഒരു മോതിരം കാണാതെ പോയതാണോ, അത് എത്ര ഗ്രാമാണ് എന്ന് പറഞ്ഞാൽ മതി, നാളെ ജ്വല്ലറിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഒരെണ്ണം കൊണ്ട് തന്നേക്കാം എന്ന് പറയുമ്പം, നിങ്ങൾക്ക് ഇതെല്ലാം നിസ്സാരമാണല്ലോ എന്നിങ്ങനെ പറയുക. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രൻ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ ഇതെല്ലാം തണുത്തു പോയല്ലോ എന്ന് പറയുമ്പോൾ, ചൂടാക്കി കാസറോളിൽ വെച്ചിരുന്നതാണ്, ഇത്രയും സമയമായില്ലേ, ഇനിയിപ്പോൾ ചൂടാക്കണമെങ്കിൽ ഞാൻ അലീനെ വിളിക്കാം എന്ന് പറയും. അന്നേരം അലീനെ വിളിക്കാനാണോ, വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കുവാണ്. രാത്രിയായില്ലേ, അലീനെ വിളിക്കണ്ടല്ലോ എന്നോർത്താണ് ബാലേന്ദ്രൻ ആ തണുത്ത ഭക്ഷണം തന്നെ കഴിക്കുന്നത്. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നമുക്ക് പോലീസിൽ അറിയിച്ചാലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എന്തിനാ പോലീസിൽ അറിയിക്കുന്നത്, ആ മോതിരം ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയുമ്പം, അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഒന്നുമില്ല, അവളുടെ കയ്യിൽ തന്നെയായിരിക്കും, അവൾ വേറെ എവിടെയെങ്കിലും അത് ഒളിപ്പിച്ച് കാണുമെന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ അവളോട് ചോദിച്ചില്ലേന്ന്. അന്നേരം ചോദിച്ചു, അവളുടെ ബാഗൊക്കെ നീ പരിശോധിച്ച് കാണുമല്ലോ. പരിശോധിച്ചു, പക്ഷേ അതിലൊന്നുമില്ല, അങ്ങനെ ആരെങ്കിലും മോഷ്ടിച്ച സാധനം ബാഗിൽ കൊണ്ടുവയ്ക്കുമോ, വേറെ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചേക്കുമായിരിക്കും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സാരമില്ല 2 ദിവസം കഴിയുമ്പോൾ കിട്ടുമെന്ന്. അന്നേരം പിന്നെ അന്തിക്ക് അവൾ അത് ആരെങ്കിലും കൈ കൊടുത്തു വിട്ട് പൈസയാക്കും എന്ന് പറയുവാണ് വൈജയന്തി. അന്നേരം ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ ഒന്ന് ചോദിച്ചു നോക്കുക, ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചാൽ മതി, അവൾ പറയും എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അന്നേരം അവൾ എടുത്തില്ല എന്ന് തന്നെയാണ് പറയുന്നെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം, ബാലേന്ദ്രൻ ഒന്ന് ചോദിച്ചു നോക്ക്, ആ ശിവേട്ടനുള്ള സമയത്തായിരുന്നെങ്കിൽ ശിവേട്ടനെ കൊണ്ട് ചോദിപ്പിക്കായിരുന്നു, ഇതിപ്പോൾ ഒന്നും നടക്കിയല്ലോ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പം, അന്നേരം വ്യാഖ്യാനം കൊണ്ട് വന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പം ഇത്തിരി ഗൗരവത്തിലിരിക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ആ സാധനം തപ്പിയെടുത്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ അലീനയോട് ക്ഷമ പറയുന്നുണ്ട്. അതൊക്കെ നാളത്തെ പ്രൊമോയിലാണ് കാണിക്കുന്നത്.